ദൈവം നൽകിയ കൃപയ്ക്കായി അടിയനൊരുക്കും കൂടെ ദൈവത്തിനോദരമാഞ്ഞിരിപ്പാക്കണം. ദൈവം നൽകുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്വർണ്ണിച്ചു. അവൻ ദൈവം നൽകപ്പെട്ടതായ സങ്കീർത്തനങ്ങൾക്ക് സമയം സംസാരിച്ചിരിക്കുവാൻ ആഗ്രഹിക്കുന്നതാണ് സമയം വേഗത്തിൽക്കൊണ്ടിരിക്കുന്നതല്ലോ. അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും 10 കമ്പികളെ വീണുകൊണ്ട് അവന് സ്തുതി പാടുകയും അവന് പുതിയ പാട്ട് പാടുകയും ഘോഷസ്വരത്തോട് നന്നായി ബാധ്യമായിപ്പോയി. സങ്കീർത്തനം പറയുന്നത് ഞാൻ നീതിമാന്മാരെ യഹോവയിൽ സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. അതെ, സ്തുതിയെക്കുറിച്ച് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി ഇവിടെ പറയുവാൻ ഇടയായിരുന്നു. ആർക്കാണ് അത് ഉചിതമായി തീർന്നിരിക്കുന്ന? നേരുള്ളവർക്ക് അത് ഉചിതമായി തീരുവാൻ ഇടയായിരുന്നു. ഇതുപോലെ നമ്മൾ സ്തുതിക്കുവാൻ ദൈവമേ കർത്താവ് ആഗ്രഹിക്കുന്നത് നേരുള്ളവരാണ്. അത് സത്യത്തിന്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവ് നമ്മളോട് വ്യക്തമായി സംസാരിക്കാനിടയാണ്. കർത്താവ് ആ നേര് അങ്ങ് സ്തുതിക്കുവാൻ, അങ്ങേ ആരാധിപ്പാൻ ഒരു കൃപ അധികമായി തമ്മിൽ പകരുവാനിടയാണ്. നമ്മെ വളരെ വ്യക്തമായി പറയുന്ന നേരുള്ളവർക്ക് അത് ഉചിതമായി തിരുവാനിടയാണ്. ദിവസങ്ങളിൽ എനിക്കത് ഉചിതമായി തിരുവാനിടയാണ്. എൻ്റെ ജീവിതത്തിൽ അത് ഉചിതമായി തിരുവാനിടയാണ്. എങ്ങനെയായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ നമ്മൾ നേരിൻ്റെതായ അനുഭവങ്ങൾ കടന്നു വരുവാനിടയായിട്ടാണ്. ആ ഭാഗം അങ്ങനെ വിടുവാനുള്ള ആഗ്രഹിക്കുകയാണ്. അടുത്ത 4ാമത്തെ വാക്യം പറഞ്ഞ് യഹോവയുടെ വചനം നേരുള്ളത്, അവന്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്. അവൻ ദൈവത്തിന്റെ വചനം നേരുള്ളതാണ്, അവന്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്. അവൻ ദൈവത്തിന്റെ വചനത്തിന് അതെന്ത് ചെയ്യുക? കളങ്കമില്ലാത്ത ഒരു വചനം ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനം മാത്രമേ ഉള്ളൂ. മാറാത്തൊരു വചനം ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനം മാത്രമേ ഉള്ളൂ. ആമ ഇന്ന് പകരക്കാലം ദൈവത്തിന്റെ ദാസിലൂടെ വാക്തത്വങ്ങളുടെ ദൈവത്തിന്റെ ആലോചനകൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നാം കേട്ടതുപോലെ കർത്താവിന്റെ വചനം എന്നും സ്ഥിരമായി നിൽക്കുവാനിടയായിത്തീരും. അതിനെതിരെ എത്ര ശക്തമായി വാതുകെട്ട് നിന്നാലും ശരി, എത്ര ശക്തമായി വെല്ലുവിളിച്ചാലും ശരി, യഹോവയുടെ വചനം പറഞ്ഞതുപോലെ സംഭവിപ്പാനിടയായിത്തീരും. ഭൂമി മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത് പോലെ പറഞ്ഞിരിക്കുന്ന വാക്കുകളല്ല നമ്മളെ നോക്കി പറഞ്ഞിരിക്കുന്നത്, കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആ വാക്തത്വങ്ങള് അത് സംഭവിപ്പാനിടയായിത്തീരും. യഹോവയുടെ വചനം അത് വചനം നേരുള്ളത്, അത് അവന്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളതായിത്തീരുന്നു. പലപ്പോഴും നമ്മുടെ പ്രവൃത്തികൾ എപ്പോഴും വിശ്വസ്തതയുള്ളതായി തീരുവാനിടയാകത്തില്ല. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ എപ്പോഴും അത് വിശ്വസ്തതയായി തീരുവാനിടയായിത്തീരും. അവൻ പ്രവർത്തിക്കുന്നത് ആരാ? ദൈവം പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. അവൻ താഴോട്ട് കടന്നു വരുവാനിടയായിച്ചപ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാണ് വെളിപ്പെടുവാനിടയായിട്ട്. ഭൂമിയെ സൃഷ്ടിച്ച ദൈവം, സമുദ്രത്തെ ഉറപ്പിച്ച ദൈവം, അങ്ങനെ പല കാര്യങ്ങളും അവിടെ പറയുവാനിടയായിത്തീരുമ്പോൾ ദൈവനെ നിങ്ങളിൽ ചിന്തിപ്പിച്ചതായ പരിശുദ്ധ അവനോട് പറഞ്ഞതായ ചില കാര്യങ്ങൾ പറഞ്ഞ ദിവസത്തിലിരിക്കാൻ ആഗ്രഹിക്കുക. അവൻ അരളിച്ചെഴുതു. 9ാം വാക്യം പറയുന്നത് അവൻ അരളിച്ചെഴുതു. അങ്ങനെ സംഭവിച്ചു, അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. അവൻ യഹോവയുടെ 10ഉം 11ഉം വാക്യം പറഞ്ഞത് യഹോവ ജാതികളുടെ ആലോചനയെ വ്യക്തമാക്കുന്നു, വംശങ്ങളുടെ നിരൂപണങ്ങൾ നിഷ്ഫലമാക്കുന്നു. യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയവിചാരങ്ങൾ തലമുറയായി നിൽക്കുന്നു. ഇന്ന് പലരും മനസ്സിലാക്കണം, യഹോവ ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് സംഭവിപ്പാനിടയായിട്ട്, യഹോവ ഒന്ന് അരുളി ചെയ്താൽ അത് സംഭവിപ്പാനിടയായിട്ട്, യഹോവ ഒരു വാക്തത്വം പറഞ്ഞാൽ അത് നിറവേറുവാനിടയായിട്ട്, യഹോവ ഒരു കാര്യം പറഞ്ഞാൽ അതിന് വിരുദ്ധമായി നിൽക്കുന്നതായ ശക്തികളെല്ലാം തകർന്നു മാറുവാനിടയായിട്ട്, ഇന്ന് പകൽക്കാലം വിശ്വസിക്കുവാനിടയായിട്ടുള്ള ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായിട്ട്, ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുവാനിടയായിട്ടില്ല, വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുവാനിടയായിട്ടില്ല. എനിക്ക് ചിന്തിക്കുവാനിടയായിട്ടുണ്ട് യോസഫിന്റെ ജീവിതത്തെ അവന്ന് ചിന്തിക്കുവാനിടയായിട്ട്. യോസഫിന്റെ വായിക്കാം, ജനസിസ് 37-ാം അധ്യായത്തിന്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഉൽപ്പത്തി 37-ന്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ജനസിസ് ചാപ്റ്റർ 33 verse 4 to 9. അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നുവെന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. അവനോട് സമാധാനമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. യോസഫ് ഒരു സ്വപ്നം കണ്ടു. അത് തന്റെ സഹോദരന്മാരോട് അറിയിച്ചത് കൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. അവൻ അവരോട് പറഞ്ഞത്, ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളുകയും, നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു, നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്നു. എന്റെ കറ്റയെ നമസ്കരിച്ചു. അവന്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ? നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവന്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവന്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെയും അധികം ദ്വേഷിച്ചു. അവൻ മറ്റൊരു സ്വപ്നം കണ്ടു. തന്റെ സഹോദരന്മാരോട് അറിയിച്ചു, ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു.
അവൻ അത് അപ്പനോട് സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ചു. അവനോട്, നീ ഈ കണ്ട സ്വപ്നമെന്ത്? ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിപ്പാൻ വരുമോ എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. അപ്പനോ ഈ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു. അപ്പൊ ഇവിടെ സ്വപ്നം ആരാ കൊടുത്തത്? യോസഫ് ചുമ്മാ ഇരുന്ന് കണ്ട സ്വപ്നമാണ്. അത് കർത്താവ് ദൈവം കൊടുത്ത ഒരു സ്വപ്നമാണ്. രണ്ട് സ്വപ്നങ്ങൾ അവിടെ കാണിക്കുവാൻ കഴിയത്തില്ല. ആര് പറഞ്ഞിരിക്കുന്ന, ആര് കാണിച്ചത് സ്വപ്നമാണ്? ദൈവം കാണിച്ചിരിക്കുന്ന സ്വപ്നമാണ്. ഇവിടെ അവൻ അതിന് നിമിത്തം, അവന് വാക്ക് നിമിത്തവും അവന്റെ സ്വപ്ന നിമിത്തവും അവനോട് അനുകൂലമായിരുന്ന, അവനോട് ചേർന്നിരുന്ന അവന്റെ സഹോദരന്മാർ എല്ലാവരും എന്ത് ചെയ്യാം? അവന് വിരോധമായി ചെയ്യുന്നു. ഇന്ന് വാക്തത്വം പറഞ്ഞ് സ്വപ്നം പറഞ്ഞത് ആരാ? കർത്താവാ പറഞ്ഞത്. ഇതുപോലെ പലപ്പോഴും ജീവിതത്തിൽ അവൻ പറഞ്ഞതുപോലെ നമ്മളോട് വാക്തത്വം ചെയ്യുന്നത് ആരാ? കർത്താവ് ചെയ്തത്. അതിനെതിരെ എത്ര കണ്ട ശക്തമായിട്ട് നിരൂപണങ്ങൾ, ചിന്തകൾ ആരെല്ലാം എവിടെയെല്ലാം ഇട്ടെന്ന് പറഞ്ഞാലും ശരി, എവിടെയെല്ലാം പദ്ധതികൾ ഒരുക്കിയെന്ന് പറഞ്ഞാലും, ഏതെല്ലാം പൊട്ടക്കിണറ്റിൽ ഇട്ടെന്ന് പറഞ്ഞാലും ശരി, ഏതെല്ലാം കാരാഗ്രഹത്തിന് അടച്ചെന്ന് പറഞ്ഞാലും ശരി, ഏതെല്ലാം പൊത്തിപ്പറ ഫലത്തിൽ വിട്ടെന്ന് പറഞ്ഞാലും ശരി, ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാനായിട്ട് വാക്ക് പറഞ്ഞവൻ ചമ്പരാൻ മാത്രമാണ്. സ്വപ്നത്തെ നിവർത്തിക്കുവാൻ പറഞ്ഞിരിക്കുന്നത്. സ്വപ്നം അറിയിച്ചത് കാണിച്ച് അത് കൊണ്ടുവന്ന് പ്രവർത്തന മഠത്തിലേക്ക് കൊണ്ടുവരുവാൻ വിശ്വസ്തനായ ദൈവമുണ്ട്. എന്നാൽ അത് നിമിത്തം ചില പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ പ്രതികൂല സാഹചര്യങ്ങൾ കാണുവാൻ ഇടയാകുമ്പോൾ യോസഫിനെ ആ അവസ്ഥയിൽ കണ്ട വ്യക്തി ജീവിതങ്ങൾ പറഞ്ഞിരിക്കും, ഇതുകൊണ്ട് ഇവന്റെ സ്വപ്നവും ഇവിടെ തീർന്നു, ഇവന്റെ പദ്ധതികൾ ഇവിടെ തീർന്നു, ഇവരിവിടെ അവസാനിച്ചു, ഇനി ഇവരെ കൊണ്ട് ഒന്നും നടക്കുവാൻ ഇടയാകത്തില്ല. ഈ സ്വപ്നത്തിന് അവസാനമായി എന്ന് വിചാരിച്ചുകൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടുവാൻ വേണ്ടി അനേകരും നിൽക്കുവാൻ ഇടയാകുമ്പോൾ, അനേകരും കുറ്റം വിധിക്കുവാൻ ഇടയാകുമ്പോൾ, പരിഹസിക്കുവാൻ ഇടയാകുമ്പോൾ എന്ന് വലിക്കാനും യോസഫിനെ പോലെ ദൈവത്തെ ഒന്ന് മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുവാൻ കഴിഞ്ഞാൽ, കർത്താവ് പറയുന്നത് കേൾക്കുവാൻ ഇടയാകുന്നാൽ ദൈവ സ്വർഗത്തോട് ഞാൻ എങ്ങനെ പാപം ചെയ്യുവാൻ ഇടയാകത്തില്ല, ദൈവത്തിന് വിരുദ്ധമായതൊന്നും ഞാൻ ചെയ്യുവാൻ ഇടയാകത്തില്ല. അവർക്ക് താൽക്കാലിക നന്മകൾ നഷ്ടപ്പെട്ടായിരിക്കാം, ഭവനത്തിലെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു പോകാം, കഥാവച്ചനെ ആഗ്രഹങ്ങൾക്ക് ദുഷ്ടന്റെ പദ്ധതികൾക്ക് വേണ്ടി നിന്നാൽ നിന്നില്ലെങ്കിൽ പലപ്പോഴും ചില സാഹചര്യങ്ങൾ നഷ്ടപ്പെടുവാതിരിക്കാം, അവസ്ഥകൾ നീങ്ങുവാതിരിക്കാം. അടുത്ത നിമിഷം നീ കാരാഗ്രഹത്തിന് അനുഭവത്തിലേക്കായിരിക്കും പോകുന്നത്. എന്നാലും കുഴപ്പമില്ല, എന്നോട് പറഞ്ഞിരിക്കുന്ന വാക്തമുണ്ട്, എന്നോട് പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന വാക്തമുണ്ട്. അതിനുവേണ്ടി ഞാൻ ഓർക്കിയിരിക്കുന്നത്, അതിനുവേണ്ടി ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് താൽക്കാലികമായ ഒരു നന്മകൾക്കും താൽക്കാലികമായ ഒരു സാഹചര്യങ്ങൾക്ക് വേണ്ടിയല്ല നിൽക്കുവാണ്ടയാണ്. ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം പൂർത്തീകരിക്കുവാൻ ശക്തനായ ദൈവമാണ്. ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണ്. അത് യഹോവയുടെ വചനം നേരിടുന്നതാ, അത് സ്ഥിരമായി നിൽക്കുന്നതാ. എന്നാൽ അത് പ്രവർത്തന മഠത്തിലേക്ക് വരുവാണ്ടയാകണം. ഇന്ന് പകൽക്കാലം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ, യോസഫിനെ പോലെ ഒന്ന് മുറുകെ പിടിക്കുവാൻ വേണം, യഹോവയുടെ വചനത്തെ ഒന്ന് മുറുകെ പിടിക്കുവാൻ വേണം. എന്ത് വന്നാലും കർത്താവേ, അങ്ങയുടെ സന്നിധി വിട്ടു പോകുവാനിടയാകാതെ, അങ്ങയുടെ പാതപീഠം വിട്ടു പോകുവാനിടയാകാതെ കർത്താവ്, അതിനെതിരെ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം വിട്ടു പോകുന്നതായ എന്തെല്ലാം സിറ്റുവേഷനിൽ കടന്നു വന്നാലും ശരി കർത്താവെ, എന്നെ കർത്താവ് ദൈവ പാതപീഠത്തിൽ നിന്ന് മാറാതെ നിർത്തുന്ന ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായിട്ട് ഒന്ന് ഓർത്തു നോക്കിയാൽ, യോസഫ് ആ ടെംപ്റ്റേഷനിൽ വീണെങ്കിൽ അവിടെ കൊണ്ട് അവന്റെ ജീവിതം അവസാനിച്ചു, അവിടെ കൊണ്ട് അവന്റെ വാക്തത്വങ്ങൾ അവസാനിക്കുവാനിടയായിരുന്നു. ഇന്ന് പകൽക്കാലം ഒരു ശിംശോനെ കുറിച്ച് നമുക്കറിയാം. ശിംശോൻ അനവധി ടെൻഷനിൽ കടന്നു വരുവാനിടയാറ്റുമ്പോൾ, അനവധി പ്രലോഭനങ്ങളിൽ കടന്നു വരുവാനിടയാറ്റുമ്പോൾ, ആ ശിംശോൻ അതിൽ വീണപ്പോൾ അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾക്ക് അവസാനമായി തീർന്നു. അവിടെ വിരാമം വിട്ടതുപോലെ നിലകളെ നമ്മളെ കുറിച്ചുള്ളതായ പദ്ധതികൾക്ക്, നമ്മളെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ വാക്തത്വങ്ങൾക്ക് സ്റ്റോപ്പ് ഇടാതിരിക്കണമെങ്കിൽ ഒന്ന് ചെയ്യുവാനിടയാകണം. എന്താ? ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിക്കുവാനിടയായിട്ട് താൽക്കാലികമായ ടെംപ്റ്റേഷനിൽ വീണു പോകുവാനിടയാകരുത്. താൽക്കാലികമായ സിറ്റുവേഷനുകൾ വരുമ്പോൾ അതിന് തകർന്നു പോകുവാനിടയാകരുത്. തകർക്കേണ്ടതിന് ആവശ്യമാർക്കാ സാത്താൻ ആവശ്യമാണ്. ഇന്ന് പലക്കാലം നിന്നെ കൊണ്ടും എന്നെ കൊണ്ടും ചെയ്തെടുക്കുവാൻ ദൈവത്തിന്റെ വലിയ പദ്ധതികൾ മുമ്പിൽ നിൽക്കുവാനിടയാകുമ്പോൾ താൽക്കാലികമായ അപകടം കൊണ്ട് അവസാനിപ്പിച്ച് നിർത്തിയിട്ട് തകർത്തു കളഞ്ഞിട്ട് നാമവിശേഷമായി തീർക്കുവാൻ ദുഷ്ടൻ ആഗ്രഹം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് പലക്കാലം ജാതികളുടെ നിരവധികൾ നിഷ്ഫലമായി പോകണമെങ്കിൽ ഇന്ന് പലക്കാലം വിശ്വസ്തയോടെ ഇന്ന് പലക്കാലം ഞാനും നിങ്ങളുടെ പേര് നിൽക്കുവാനിടയായിട്ടുള്ള ഉറപ്പോടും ധൈര്യത്തോടെ നിൽക്കുവാനിടയാകണം. സർവായുധങ്ങൾ എടുത്തുകൊണ്ടുള്ള പോരാടി ജയിപ്പാൻ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായിട്ട്
കൃപ അധികമായി തമ്പുരാൻ പകരുവാനാണ്. ആമേൻ. കൃപ അധികമായി തമ്പുരാൻ ജീവിതത്തിൽ ബലഹീനതകൾ ഉണ്ടാവാം, ജീവിതത്തിലെ കുറവുകൾ ഉണ്ടാവാം. പക്ഷേ എന്നാൽ ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കരുണ നമ്മളെ അത്രത്തോളം സ്നേഹിച്ചത് കൊണ്ട് പരിശുദ്ധാത്മ വ്യക്തമായി സംസാരിപ്പാനായിട്ട് കുറവുകളെ തമ്പുരാൻ ചൂണ്ടിക്കാണിച്ചു തരുവാനായിട്ട് ഒരു മടങ്ങ് തമ്പുരാൻ നൽകുവാനായിട്ട് കഥാവിന് വേണ്ടി വലിയ ചെയ്യുവാൻ വേണ്ടി കഥാവ് ഒരു പഴഞ്ചൊല്ല് പറയുന്നത് പോലെ മാങ്ങയുള്ള മാവിലേക്ക് കല്ലേറ് വരുവാനിടയാകത്തുള്ളൂ എന്ന് പറയണം. നിനക്കും വാക്തത്വമുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്ക് പോരാട്ടങ്ങളുണ്ട്. അവൻ വിശദമായി പോരാട്ടങ്ങളുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ പോർക്കളത്തിലാണ് നിൽക്കുന്നത്. അവൻ പട്ടും മെത്തയല്ല ഞാനും നിങ്ങൾ നിൽക്കുന്നത്. ഞാനും നിങ്ങൾ നിൽക്കുന്ന പോർക്കളത്തിൽ തന്നെയാ. എനിക്കും നിങ്ങൾക്കും എപ്പോഴും പോർക്കളത്ത് നിൽക്കുമ്പോൾ പോരാട്ടങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികൾ കടന്നു വരുവാനായിട്ട്. എന്നാൽ ഇന്ന് പോയിക്കാലം അതിനപ്പുറത്തേക്ക് നടത്തുന്ന ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്, അതിനപ്പുറത്തേക്ക് നടത്തുന്ന ദൈവത്തിന്റെ ഒരു സാന്നിധ്യമുണ്ട്. ഇന്ന് പോയിക്കാലം പരിശുദ്ധാത്മാവിലേക്ക് നടത്തുവാനായിട്ട്. നിന്നാപാത്രമാണെന്ന് വിചാരിച്ചു നിൽക്കുന്ന മണ്ഡലങ്ങൾ ഉണ്ടായിരിക്കാം, അവയെ പരിഹാസ വിഷയമാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന മണ്ഡലങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ നടുവിലേക്ക് ഈ സാഹചര്യങ്ങളുടെ നടുവില് കാരാഗ്രഹത്തിന് മണ്ഡലത്തിലേക്ക് പോകുവാണ്ടാകുമ്പോൾ ചിലരോട് പറഞ്ഞു വിടുവാണ്ടായിട്ട് എനിക്ക് വേണ്ടി രാജാവിനോട് ചിലതെന്ന് പറയണമെന്ന് പറയുമ്പോൾ അവരെല്ലാം മറന്നു പോകുവാണ്ടായിട്ട്. എന്നാൽ എന്റെ കർത്താവ് മറക്കത്തുന്ന ദൈവമല്ല. ചിലർക്ക് സ്വപ്നം കൊടുത്ത ദൈവം അവരെ മടക്കി വരുത്തുവാണ്ടായിട്ട് ദൈവത്തിന്റെ വാക്തത്വങ്ങൾ നിറവേറുവാണ്ട് രാജാവിന് സ്വപ്നം നമ്മളെ കൊടുക്കുമെന്ന് അവർക്ക് നീ അറിയാത്ത വഴി അവ തമ്മിലെ തുറക്കം തരുവാനായിട്ട്. വിശ്വസിച്ചാൽ മതി, വിശ്വസ്തയോടെ നിൽക്കുവാൻ കഴിഞ്ഞാൽ മതി. ഞാൻ പോകുവാൻ ആഗ്രഹിക്കുക. 33-18-19 വാക്യങ്ങൾ വായിക്കാം. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മതത്തിൽ നിന്ന് വിടുവിക്കുവാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിക്കുവാനും തന്നെ. യഹോവയുടെ ദയ, തന്റെ ഭക്തന്മാരുടെ ദയ, യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടിപ്പാനും ക്ഷാമത്തിൽ അവരുടെ ജീവനോട് രക്ഷിപ്പാനും തന്നെ. ഈ ദയ എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാകുവാനിടയായിട്ട് യെശയ്യാവിന്റെ 54-ാം അധ്യായത്തില് 10-ാമത്തെ വാക്യം പറയുന്നു. യെശയ്യാവ് 54-10 വാക്യം പറയുന്നു, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എന്റെ സമാധാന നിയമം നീങ്ങി പോകുകയുമില്ല എന്ന് നിന്നോട് അരുളിച്ചെയ്യുന്നു. നിന്നോട് കരുണയുള്ള യഹോവ അരുളിച്ചെയ്യുന്നു. യെശയ്യാവ് 54-10 പ്രകാരം പറയുന്നു, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. ഇതാരാ പറഞ്ഞിരിക്കുന്നത്? ദൈവം പറഞ്ഞിരിക്കുക, കർത്താവ് പറഞ്ഞിരിക്കുക. പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങി മാറുവാനിടയായി. എങ്കിലും ആ എങ്കിലും എന്നുള്ളതിൽ മുറുകെ പിടിക്കുവാൻ കഴിയണം. ഇതൊക്കെ മാറുവാനിടയായിട്ട് ഉറപ്പെന്ന് പറഞ്ഞിരിക്കുന്നതായ മണ്ഡലം, ഉറപ്പെന്ന് പറഞ്ഞിരിക്കുന്നതായ മണ്ഡലം, സഹായം ലഭിക്കുമെന്ന് പറയുന്നതിന് മണ്ഡലം, അവൻ സഹായിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന മണ്ഡലങ്ങൾ ഇതെല്ലാം മാറിപ്പോകും. എങ്കിലും എന്റെ ദയ എന്നതിനെ വിട്ടു മാറത്തില്ല. ആ സമാധാനം ദൈവം നമ്മൾ നൽകുവാനായിട്ട് പലപ്പോഴും പലതിന്റെ മണ്ഡലങ്ങളിലും അവൻ പതർന്നു നിൽക്കുന്ന മണ്ഡലങ്ങൾ നടുവിൽ കർത്താവ് പറയുക, ഈ പകരക്കാലം ദൈവത്തിന്റെ ദയ കൊണ്ട് അവൻ നമ്മളെ മൂടുവാൻ ശക്തനായി. അതുകൊണ്ട് പറയുന്നത് താൽക്കാലികമായി നിൽക്കുന്ന നിരൂപണങ്ങൾ, താൽക്കാലികമായി നിൽക്കുന്ന സാഹചര്യങ്ങൾ നോക്കി ഒരിക്കലും പതറാതെ നിൽക്കുവാൻ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അയച്ചാണ്. ദൈവം നമ്മളെ കൊണ്ട് പരിപ ചെയ്യുവാൻ ആഗ്രഹിക്കുക, ദൈവം നമ്മളെ കൊണ്ട് പരിയത് പണിതെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുവാണ്ടാകുമ്പോൾ ദിവസങ്ങൾ വേണ്ടതൊന്നുകൊണ്ട് കർത്താവിനോട് നിൽക്കുവാൻ കഴിയാവും. ഈ പടകിൽ പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങൾ അടിച്ച് ആഞ്ഞടിച്ച് കടന്നു വരുവാനായിട്ട് എന്നാൽ കർത്താവിന്റെ ഒരു സാന്നിധ്യം ആ പടകിലുണ്ടെന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ അവസരം മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയുമോ? ആ സാന്നിധ്യം ഞാൻ ആരെയാണ് ആശ്രയം വെച്ചിരിക്കുന്നത്? ഞാൻ ആരില്ല വിശ്വസിച്ചിരിക്കുന്നത്? ഞാൻ ആരില്ല ആശ്രയം വെച്ചിരിക്കുന്നത്? അമ്മയെ ലോക മനുഷ്യനാണോ ആശ്രയം വെച്ചിരിക്കുന്നത്? ഒരിക്കലുമല്ല. അപ്പം ഞാൻ ഒരു ലോക മനുഷ്യനാണോ എന്നെ നടത്തുന്നത്? അല്ല. അവൻ ലോകത്തിലെ അധികാരികളാണോ എന്നെ നടത്തുന്നത്? അല്ല. ലോകത്തിലെ എന്തെങ്കിലും നന്മകളാണോ എന്നെ നടത്തുന്നത്? അല്ലേ? അല്ല. ദിവസങ്ങൾ ഞാൻ നടത്തുന്നത് യഹോവയുടെ ദയ, യഹോവയുടെ ദയ, യഹോവയുടെ കരുണ. ദിവസങ്ങൾ മുറുകെ പിടിക്കുവാൻ കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് വേണ്ടി വലിയ ചെയ്യുവാൻ വാക്കുകളെ ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അവന്റെ വിശുദ്ധ അവസാന വാക്യം പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, അവൻ നമ്മുടെ സഹായവും പരിചയമാക്കുന്നു. അവന്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കാൻ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. യഹോവേ, ഞങ്ങൾ നിന്റെ പ്രത്യാശ വയ്ക്കുന്നുണ്ട്, നിന്റെ ദയ ഞങ്ങളുടെ ഉണ്ടാകുമാറാണ്. ദിവസങ്ങൾ യഹോവയിൽ നിന്ന് പ്രത്യാശ വെച്ചുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി നിൽക്കുവാൻ കഴിഞ്ഞാൽ
അവൻ ദൈവത്തിൻ്റെ കാരണം നമ്മൾ കരടുമാണ് ദിവസമൊന്നും മാത്രമേ ഉള്ളൂ. അവൻ കഥ വാക്തത്വം പറഞ്ഞു നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവമാണ്. അവൻ സ്വപ്നം കണ്ട് ദർശനം കണ്ട് അവൻ ദർശനം നൽകി ദൈവമാക്കി വെച്ചിരിക്കുന്നത് അവൻ മനുഷ്യരല്ല. നമ്മളോട് വാക്തത്വം പറഞ്ഞിരിക്കുന്ന മനുഷ്യരല്ല. നമ്മളോട് വാക്തത്വം പറഞ്ഞിരിക്കുന്നു, സ്വപ്നം പറഞ്ഞിരിക്കുന്നു, അവൻ ദൂതുകൾ പറഞ്ഞിരിക്കുന്ന മനുഷ്യരല്ല പറഞ്ഞിരിക്കുന്നത്. നോവൽക്കലമത് നിവർത്തിക്കുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. അവൻ എന്നെയും നിങ്ങളെക്കുറിച്ചും നമ്മുടെ തലമുറകളെക്കുറിച്ചും നമ്മൾക്ക് ഒരു വാക്തത്വം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ദൈവം എത്തിക്കുവാൻ ആയിത്തരും. അതിന് മുമ്പിൽ പ്രതികൂലങ്ങളുണ്ട്. ഒരു മോശ ജനിച്ചപ്പോൾ മോശയെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്നാൽ അവൻ ജനിച്ച നാൾ മുതൽ അവനോട് പോരാട്ടം തുടങ്ങുവാൻ്റെ ആയിത്തുന്നതുപോലെ അവൻ എവിടെയെല്ലാം നോക്കിയാലും ദൈവത്തിന് അവൻ അഭിഷേകത്വന്മാരെ കുറിച്ച് എവിടെയെല്ലാം പദ്ധതികളുണ്ട് അവിടെയെല്ലാം അഭിഷേകത്വന്മാർക്ക് വേണ്ടി ശക്തമായി ശത്രു എഴുന്നേറ്റ് നിൽക്കുവാൻ്റെ ആയിത്തുന്നതുപോലെ നിങ്ങൾക്കെതിരെ ശക്തമായി അപശക്തമായി ശത്രു എഴുന്നേറ്റ് നിന്നിരിക്കാം. പക്ഷേ എന്നാൽ ഒരു ആത്മശക്തി പ്രാപിച്ചെടുക്കുവാനാണ്, അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ചെടുക്കുവാനാണ്. അതിന് നടുവിൽ പോരാട്ടങ്ങളെ പോരാടി ജയിക്കുവാനുള്ള ഒരു കൃപ അഭിഷേകം പകരുവാനായിട്ട് ഇന്ന് ജയമാക്കാവുള്ളത് നമുക്ക്. അവൻ ലോകത്തിന് മനുഷ്യനല്ല, അവൻ സാത്താനല്ല ജയിക്കുവാൻ കഴിയുന്നത്, നമുക്ക് ജയിക്കുവാൻ കഴിയുന്നത്. കർത്താവ് സമയത്തിന് ജയിച്ച കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ഇന്ന് പരാജയപ്പെട്ടവരായി പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, അവൻ നിന്നാപാത്രമായി പോകുവാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇന്ന് പലക്കാലം ആ ജയത്തിന്റെ ഓശം മുഴക്കുകൊണ്ട് അവൻ മുമ്പോട്ട് നീങ്ങുവാനായിട്ട് അവൻ പ്രതികൂലങ്ങളെ നോക്കി പറയുവാൻ ഒരു കൃപ ഒരു അഭിഷേകം പകരുവാനായിട്ട് ശക്തമായി പറയുവാൻ കഴിയും. ശക്തമായി പറയുവാനാണ്. അവൻ തളർത്തിക്കളയുന്ന മണ്ഡലങ്ങൾ കടന്നു വരും, നിശ്ചയമായി കടന്നു വരും. അവൻ നിരാശപ്പെടുത്തുന്ന മണ്ഡലങ്ങൾ കടന്നു വരുമെന്ന്, അവൻ ഭാരപ്പെടുത്തുന്ന മണ്ഡലങ്ങൾ കടന്നു വരും. അവൻ താൽക്കാലത്തിലേക്ക് നീ ഒന്ന് തളർന്നിരിക്കാം, പക്ഷേ അവൻ നിന്നെ ബലപ്പെടുത്തുന്ന നിന്നെ ശക്തിയിരിക്കണം ഒരു ദൈവത്തിന്റെ ശക്തി അവൻ ഇറങ്ങുവാനായി ചെല്ലുമ്പോൾ അവൻ കഴിയാൻ തന്നെ ശക്തിയെ പുതുക്കിയതുപോലെ ഒരു മുടകപരവും നമ്മൾ നൽകുവാനായിട്ട് അതിനെതിരെ നിൽക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഒരു ആത്മശക്തി പ്രാപിച്ചെടുത്ത് മുമ്പോട്ട് നീങ്ങുവാൻ കഴിഞ്ഞാൽ, ആ ഒരു കൃപ പ്രാപിച്ച് മുമ്പോട്ട് നീങ്ങുവാൻ കഴിഞ്ഞാൽ അത് ഒരു ശക്തിയും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയത്തില്ല. നീ രാജ്യങ്ങളെ കീഴടക്കുവാൻ കഴിയത്തില്ല. നിൽക്കുന്ന വെല്ലുവിളിച്ച് നിൽക്കുന്ന അന്ധകാരത്തിലെ ശക്തികളെ തകർത്തെറിഞ്ഞുകൊണ്ട് അവൻ അവിടെ നടുവിൽ അവൻ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ കഴിയത്തില്ല. വിശ്വസിക്കുവാൻ കഴിയുന്നത് അപ്പൊ ദൈവത്തിന്റെ മഹത്വമാണ് വായിക്കുന്നത്. വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം അവൻ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി കരയ്ക്ക് ഒരു സ്തോത്രം ചെയ്യാമോ? എന്നോട്